ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജൂസ് ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ ഗൈസ്, ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ആൻഡ്രോയിഡ് ഫോണുകളാണ് ഏറ്റവും കൂടുതൽ iOS-നെ കാട്ടിയും ആപ്പിളിനെ കാട്ടിയും ഒക്കെ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണുകളാണ്. അപ്പോൾ ഈ ഫോണുകളിൽ വരുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇൻബിൽട്ട് ആയിട്ട് ഫോണുകളിലൊക്കെ ലഭ്യമാകുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഗൂഗിളിൽ തന്നെ ഗൂഗിളിൻ്റെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ യൂട്യൂബ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ന്യൂസ്, അതുപോലെ അങ്ങനെ ഒരൊട്ടനവധി സോഫ്റ്റ്വെയറുകൾ ഗൂഗിളിൻ്റെ തന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ലഭ്യമായി കാണാം. അപ്പോൾ ചില ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, പക്ഷേ ചില ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, വെറുതെ എന്തിനാണ് ഈ ആപ്ലിക്കേഷനുകളെല്ലാം നമ്മുടെ ഫോണിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ കളയാൻ പറ്റി എന്ത് നന്നായിരുന്നു എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ഇത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിൻ്റെ ബേസിലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് എല്ലാ ഫോണുകളിലും ഉണ്ട്, പക്ഷെ പലർക്കും ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ യൂസേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയും. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജൂസ് ടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗൂഗിളിൻ്റെ ഡ്രൈവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ആദ്യം തന്നെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ പല ഫോണുകളിലും ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലെങ്കിലും ഈ ഒരു ചിഹ്നമാണ് കാണുന്നത്. ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ചിഹ്നം നമുക്ക് കാണാം. ഇത് ചിലവരുടെ ഫോണിലെല്ലാം ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിലിവിടെ മേലെ കാണാം മൈ ഡ്രൈവ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് നമുക്ക് നമ്മുടെ സിസ്റ്റവുമായിട്ട്, നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, സിസ്റ്റവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിലാണ് നമ്മുടെ ഫയലുകളും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഫയൽസ് ആയിക്കോട്ടെ, PDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഫയലുകളായിക്കോട്ടെ, എന്ത് ഫയലുകൾ തന്നെ ആയാലും ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഫോർമാറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ചേഞ്ച് ചെയ്തു, നിങ്ങളിപ്പോൾ ഈ ഫോണും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ നിങ്ങൾ ഒഴിവാക്കി അടുത്തൊരു ഫോൺ നിങ്ങൾ മേടിച്ചു. അപ്പോൾ ആ ഫോണിലോട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ നമ്മുടെ Gmail ID ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഡ്രൈവ് ഓപ്പണായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ പഴയ ഫോണുകളിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് എത്ര GB മെമ്മറിയാണ് നമുക്ക് കിട്ടുകയെന്ന് നോക്കാം. അതിനായിട്ട് ഏറ്റവും ഇടത് സൈഡിലുള്ള 3 വര ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിടന്നത്. റീസെൻ്റ്ലി ഫയൽ, ഓഫ്ലൈന്, ട്രാഷ്, നോട്ടിഫിക്കേഷൻ, ബാക്കപ്പ്, സെറ്റിങ്സ്, ഹെൽപ്പ്, ഫീഡ്ബാക്ക്, സ്റ്റോറേജ്. ഇതിലിപ്പോൾ ഓൾറെഡി 15 GB ആണ് ഞാൻ സ്റ്റോറേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജിൻ്റെ മൊത്തം ഡീറ്റെയിൽസും നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ 2 GB ആണ് യൂസേജ് 2 GB ഉണ്ട്. ജിമെയിലിൽ 1 GB പോലും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഗൂഗിൾ ഫോട്ടോസിലും 1 GB പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിവിടെ ടോട്ടൽ യൂസേജ് കാണാം. കറണ്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 2.20 ഓഫ് 15 GB. അതായത് നമുക്ക് 15 GB നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഇതിൽ സ്റ്റോറേജ് കിട്ടുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 15 GB സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫോണിലുള്ള എന്ത് ഫയലോ ആയിക്കോട്ടെ, അത്യാവശ്യമായ ഫയലുകളെല്ലാം തന്നെ
ഇതിലോട്ട് ഈ 15 GB വരെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിലാണെങ്കിൽ പോലും നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയിട്ടാണെങ്കിലും ഗൂഗിൾ ക്രോം അതുപോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മുടെ Gmail ID ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോട്ട് നേരിട്ട് പോകാവുന്നതാണ്. ഗൂഗിൾ ഡ്രൈവിലേക്ക് നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് എല്ലാം നമുക്ക്, അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ ഫയലുകളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്ത കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് പോകാം. ഇനി നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് 3 വരെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഈ റീസെൻ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഇതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസും കാര്യങ്ങളുമാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂവിയാണ് ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ മൂവിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ എന്താണോ അപ്ലോഡ് ചെയ്തിട്ട് ആ 2 ഫയലുകളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഫയലിൽ 3 വരെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. 3 വരെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമുക്ക് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമുക്ക് വേറെ ആർക്കെങ്കിലും ഈ ഒരു ഡാറ്റ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു ഫോട്ടോ ഇപ്പോൾ കണ്ടു, ആ ഫോട്ടോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചു. പക്ഷേ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഇല്ലാണ്ട്, ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് കണക്ഷൻ ഉള്ളപ്പോൾ മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നെറ്റ് യൂസേജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണാവുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിതിൻ്റെ ലിങ്ക്, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഫോട്ടോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോയുടെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ, വേറെ ആർക്കെങ്കിലും ആ ലിങ്ക്, അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കോപ്പി ലിങ്ക് കൊടുക്കാം. അതുപോലെ ഫോട്ടോയുടെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഒരു കോപ്പി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫോട്ടോയുടെ ഒരു കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചിട്ട് മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഈ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡൗൺലോഡ്, നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് നമുക്ക് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മെമ്മറി കാർഡോ അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജോ പോലെ തന്നെയാണ് ഈ ഒരു ഗൂഗിളിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്കിതിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഒരുപാട് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം, ആ ഫോൾഡറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടിടാം. അതിന് വേണ്ടിയിട്ടാണ് മൂവ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ കാണുന്നത്. അതുപോലെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. കാര്യം നമുക്ക് ഇത് എന്താണ് ഫയൽ, എന്താണ് ഫയലിൻ്റെ നെയിം, എത്ര GB ഉണ്ട്, എത്ര ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ ആഡ് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും, ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻ്റർഫേസിലോട്ട് ഡയറക്റ്റ് ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് റിമൂവ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. അതുപോലെ റിപ്പോർട്ട് അബ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനുമുണ്ട്. ഞാനിപ്പോൾ ബാക്ക് പോകാം. നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമുക്കൊരു കണ്ടൻറ്റ് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇൻ്റർനെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ്ലൈൻ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഓഫ്ലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് സേവ് ചെയ്ത് വെച്ച ഫയലുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ബാക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്രാഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ട്രാഷ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോട്ടോസ് എല്ലാം തന്നെ നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്തോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഷിലോട്ട് വരും. നമുക്ക് പിന്നീട് അതൊരു റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ട്രാഷിലുണ്ടാവും. ട്രാഷിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നോ പോവുകയുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ബാക്കപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെങ്കിലും നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ബാക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ബാക്കപ്പ് എക്സ്പയറി ഇൻറ്റു 0 days എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകൾ അതിൽ ഇൻബിൽട്ട് ആയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു ക്യാമറ, നമ്മുടെ ഇപ്പോൾ ഇമേജ് ഫോട്ടോ എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കാണുന്നതെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഫോൾഡർ നമുക്കിവിടെ ബാക്കപ്പിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന നമ്മളിപ്പോൾ പ്രസൻ്റ് ആയിട്ട് നമുക്ക് എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ തന്നെ ബാക്കപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ, ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കുന്ന ഫോട്ടോകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നെറ്റ് കണക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാതെ തന്നെ ബാക്കപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കപ്പ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അപ്ഗ്രേഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്ഗ്രേഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ പോലെ തന്നെ സ്റ്റോറേജിൻ്റെ അപ്പോൾ നമുക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ അടിയിലോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഫ്രീ 15 GB കറണ്ട് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 GB നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഓപ്ഷനിൽ കിട്ടും. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ റെക്കമെൻഡഡ് 100 GB RS 130 പെർ മന്ത്ലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് ഈ 15 GB നിന്ന് 100 GB അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാസം നമ്മൾ 130 രൂപ മന്ത്ലി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണാം ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 1300 ഇയർ, അതായത് ഒരു വർഷത്തിന് 1300 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 260 രൂപ നമുക്ക് സേവ് ചെയ്യാം. കാരണം ഒരു മാസം നമ്മൾ 130 രൂപ വെച്ച് കൊടുക്കുന്നതിന് പകരം ഒരു വർഷത്തിലേക്ക് ഇയർലി പേയ്മെൻ്റ് ആയിട്ട് 1300 രൂപ കൊടുത്താൽ 260 രൂപ നമുക്ക് അതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലുള്ളത് കാണാം. അതിൻ്റെ താഴെ തന്നെ ഒരുപാട് ഇങ്ങനെ കാണാം 2 GB, അതിൻ്റെ മോർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 200 GB, അതായത് 210 മന്ത്ലി. അതുപോലെ തന്നെ മോർ ഓപ്ഷനും കാണാം. മോർ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2 TB 650 രൂപ മന്ത്ലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ സംബന്ധിച്ചോളം ഈ 15 GB തന്നെ അവർ ഫ്രീ തരുമ്പോൾ 15 GB അത്ര തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് തന്നെ 15 GB തന്നെ നമുക്ക് ധാരാളം എന്ന് പറയാം. ഇനി നമുക്ക് ഒരു 15 GB കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടാമതായിട്ട് ഒരു ഗൂഗിൾ ഡ്രൈവിയുടെ ഒരു Gmail ID കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് 15 GB വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 15 GB കൂടി നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 GB ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ഈ ഒരു ക്യാഷ് കൊടുക്കാതെ തന്നെ നമുക്ക് 30 GB ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വൈഫൈ യൂസ് ചെയ്ത് വേണോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നെറ്റ് യൂസ് ചെയ്ത് വേണോ എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളും ചൂസ് ചെയ്യുന്നതിനുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ലഭ്യമാണ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ഇതുവരെ എല്ലാവരും ഫോണിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിന് ഇങ്ങനെ ചില ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ഗുണങ്ങളൊക്കെ തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. കാരണം ഇപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഓഫറൊക്കെ എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് പാക്കോ അല്ലെങ്കിൽ ഡെയിലി 2 GB 1.5 GB ഒക്കെ പാക്കാണ്. അതിൽ തന്നെ ഒരുപാട് MB നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യാണ്ട് വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഫയലുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെയായിട്ട് വലതുവശത്തായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ക്രിയേറ്റ് ന്യൂ, അതായത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ, സ്കാൻ ചെയ്യാൻ, ഡോക്യുമെൻ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ അപ്ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഏത് ഫയലായിക്കോട്ടെ, ഏത് ഫോട്ടോസോ വീഡിയോസോ ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് നമുക്ക് ഏതാ ഫോൾഡറിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാക്സിമം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.